പലരും ചോദിച്ചു തുടങ്ങിയിരുന്നു, നീറ്റിന്റെ പ്രക്ഷോഭം ഡൽഹിയിൽ നടക്കുകയാണ്, എന്താണ് ഒരു പ്രതികരണം കണ്ടില്ല എന്നല്ല. കുറെ ആദ്യം കാണുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഫീലിംഗ് പോലെ തന്നെയാണ് എനിക്കുണ്ടായത്. കുട്ടികളെ അടിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഷോട്ടുകൾ കാണുന്നു. ആ ഷോട്ടുകൾ കാണുന്ന സമയത്ത് നമുക്ക് വിഷമം തോന്നും. കുട്ടികളെ വെറുതെ അടിക്കുകയാണെന്നുള്ളതല്ല. പക്ഷെ അതിലെവിടെയായിരുന്നു കുട്ടികളെന്നുള്ളത് പിന്നീട് തെരഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്ന കുട്ടികൾ കുറവും കുട്ടന്മാരായിരുന്നു കൂടുതലുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഒരു റിക്വസ്റ്റ് എല്ലാവരോടും ഉള്ളത്, ഇത് പറയുന്ന സമയത്ത് ആദ്യം നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കൂ. കേട്ടതിന് ശേഷം പലർക്കും എന്നെ തെറി വിളിക്കണം തോന്നും, അത് സ്വാഭാവികം. മേജർവിയെ എന്ത് വേണമെങ്കിലും പറയാം. കാരണം ഞാൻ അതിന് തിരിച്ചൊന്നും പറയാറില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ഞാനിതിനകത്ത് കുറെ സ്റ്റഡീസ് നടത്തിയിട്ടാണ് ഇപ്പൊ 2-3 ദിവസം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത്. അതിനകത്തുള്ള ഫാക്ട്സും ഫിഗേഴ്സും എല്ലാം ഞാൻ ശേഖരിച്ച് വെച്ചതിന് ശേഷം എനിക്കറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഈ ഫംഗ്ചുക് വാങ്ഡൂസിനെ, സോണം വാങ്ഡൂസിനെ എനിക്ക് ലേലടാക്കുന്നത് തന്നെ ഞാനന്ന് അവിടെ സർവീസ് ചെയ്യുന്ന സമയത്തും ഇദ്ദേഹത്തിന്റെ പ്രവൃത്തികളൊക്കെ തുടങ്ങിയത് വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ പരിസ്ഥിതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു തുടങ്ങിയത്. പക്ഷെ പിന്നീട് പെട്ടെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു മാറ്റം. ഫൈനാൻഷ്യലി ഇവിടെ നിന്നോ കുറെ ഫണ്ടുകൾ വരാൻ തുടങ്ങി. സോ ബേസിക്കലി ഫോറിൻ ഫണ്ട്സ് വരുന്ന സമയത്ത് അതിന് ചോദ്യം ഉണ്ടായിരുന്നില്ല എന്നല്ല. ഈ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്തെല്ലാം ഇതിനകത്ത് അങ്ങനെയുള്ളൊരു വലിയ കൺട്രോളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയായിരുന്നല്ലോ പാകിസ്ഥാൻ അടക്കം കള്ളപ്പണം അടിച്ചിറക്കിയതും നോട്ട് ബന്ദിയോട് പറഞ്ഞപ്പോൾ അതിനും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഉണ്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ ഇന്നിപ്പം ഇവിടെ ഡൽഹിയിൽ വന്ന് നിരാഹാരം നടത്തുന്നു എന്ന് പറയുന്നത് തുടക്കം എന്താണ്? നീറ്റ് എക്സാമിനേഷന്റെ ചോദ്യപേപ്പർ ചോർന്നു, അതിന് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. ഇതാണ് ബേസിക്. ഇത് തുടങ്ങുന്നത് എവിടുന്നാണ്? അമേരിക്കയിൽ നിന്ന് ഏതോ ഒരുത്തന്നെ ഒരു എഞ്ചിനീയറിംഗും പഠിച്ച് അവിടെ എന്തൊക്കെയോ ചെറിയ ജോലിയൊക്കെ ചെയ്തിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിൻ ഇറക്കുന്നു, കാക്രോച്ച് ക്യാമ്പയിൻ. അത് പാർട്ടിയൊന്നല്ല, അത് ഇറ്റ്സ് എ PR വർക്ക് പോലുള്ള ഒരു ക്യാമ്പയിൻ ഇറക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ ആള് പെട്ടെന്ന് അവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഡൽഹിക്ക് വരുന്നു. ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ കിട്ടിയിരിക്കുന്ന കുറെ ഫ്രസ്ട്രേറ്റഡ് യങ്സ്റ്റേഴ്സ് എന്ന് പറയില്ലേ, കാരണം സ്വന്തമായിട്ട് കപ്പാസിറ്റി എന്താണെന്നുള്ള അവർക്ക് പോലും അറിയില്ല. ഇപ്പൊ പോലും നിങ്ങൾ ഡൽഹിയിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ പോലും ചില ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ പോയി നിന്നിട്ട് ഒച്ചമ്പടമുണ്ട്. അവര് ബേസിക്കലി ഇവിടെ വലിയ പണിയൊന്നും ഇല്ല അവർക്ക്. അപ്പൊ എവിടെയെങ്കിലും കയറി നിന്നിട്ട് TV കയറി നിന്ന് കണ്ട് എന്താണ് അവരുടെ ഐഡിയ എന്ന് വെച്ചാൽ അവര് പോയിരിക്കുന്നത് എന്താണ്, നീറ്റിന്റെ ചോദ്യപേപ്പർ ചോർന്നതിനുള്ള കാര്യങ്ങൾ, അതിനുള്ള സപ്പോർട്ട്. കുട്ടികളെ അടിക്കാൻ പാടില്ല. പക്ഷെ കുട്ടികളെ അടിക്കുന്നത് എങ്ങനെയാണ്? പോലീസ് അവരുടെ വീട്ടിൽ കയറിയിട്ട് അടിക്കില്ല. പോലീസ് പറഞ്ഞിരിക്കുന്ന ജന്തർ മന്ദർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പർട്ടിക്കുലർ ഏരിയ ഉണ്ട്. അവിടെ സമരം, പ്രക്ഷോഭം എന്ത് വേണമെങ്കിലും ചെയ്യാം, പ്രതിഷേധിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ അനുകൂലമായ വീടും വീഡിയോയും നൽകിയാൽ 65,000 രൂപയാണ് അത്ര. പാറ്റക്കലാപത്തിന് അനുകൂലമായ റീലും വീഡിയോയും നൽകിയ 65,000 രൂപയാണ് അത്ര. എനിക്ക് വേണ്ട അത്. ഞാൻ ആരെയും പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഒക്കെ ചെയ്യാം. എന്റെ ലൈവിലും എനിക്കും പൈസ കിട്ടും. പക്ഷെ ഇത് നിങ്ങളോട് പറയണമെന്നുണ്ട്. ഇതിന് നിങ്ങൾ എന്നെ തെരുവിളിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോ. ഈ പ്രക്ഷോഭം തുടങ്ങിയിരിക്കുന്നത് നീറ്റിന്റെ പ്രശ്നത്തില്. ഈ നീറ്റിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്നും നല്ലെന്നല്ല ഈ ചോദ്യപേപ്പർ ചോരുന്നല്ല ഉണ്ടായിരിക്കണം. ഇത് നോക്കൂ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ വായിച്ചു കാണിച്ചതാണ്. മേജർ എക്സാമിനേഷൻ ലീക്ക് 2004-2014 കോൺഗ്രസ് ഭരിക്കുന്ന സമയമാണ്. AIPMT 2004, AIPMT 2003 ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു. AIE 2011 പേപ്പർ ലീക്ക് അലിഗേഷൻസ് ലെഡ് ടു അറസ്റ്റ്. ലീക്ക് ഉണ്ടെങ്കിൽ അവിടെ അറസ്റ്റ് നടക്കും. അപ്പം അതിപ്പെടുന്നു. ഇന്നിപ്പം മോദിജി പറഞ്ഞല്ലോ 13 പേരെ ഈ കൾപ്രിറ്റുകളെ ഓൾറെഡി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത്. അതുപോലെ CBSE ക്ലാസ് 12 സയൻസ് പേപ്പേഴ്സ് 2011, എഞ്ചിനീയറിംഗ് എൻട്രൻസ് ചീറ്റിംഗ് റാക്കറ്റ് 2012,
അതുപോലെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ചീറ്റിംഗ് 2012, നാഷണൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ എക്സാമിനേഷൻ 2013, കാറ്റ് സ്കോർ മാനിപ്പുലേഷൻ 2013, SBI പ്രൊബേഷണറി ഓഫീസർ എക്സാമിനേഷൻ 2013, UP CPMT 2014. ഇറ്റ് ഇസ് നോട്ട് മോദി ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമിനേഷൻ പേപ്പർ ലീക്കായി കഴിഞ്ഞാൽ അതിന്റെ പിറകില് മോദി ഗവൺമെന്റിനെ താഴ്ത്തരുത്. ഇപ്പോഴത്തെ മുദ്രാവാക്യം എന്താണ്? അതുകൂടെ നിങ്ങൾ ആദ്യം കേൾക്കും, എന്നിട്ട് ഇതിന് ശേഷം നമുക്ക് സംസാരിക്കാം. നീറ്റിന്റെ എക്സാമിനേഷന് വേണ്ടി പോയിരിക്കുന്ന ഇത്രയും ഉള്ള കുട്ടികളിൽ നോട്ട് ഈവൻ 0.1% നീറ്റ് എഴുതിയവരോ എഴുതാൻ പോകുന്നവരോ ആയിട്ടുള്ളവർ അവിടെ ഇല്ല. എഡ്യൂക്കേഷൻ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ലാത്തത്. CBSE പഠിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ CBSEയുടെ ഫുൾ ഫോം എന്താണ് അറിയില്ല. നീറ്റ് എന്താണ്? നാഷണൽ എൻട്രൻസ് നാഷണൽ ഈ എക്സാമിനേഷനെ കുറിച്ചിട്ടുള്ള ചോദിച്ചു. നാഷണൽ എന്ന് പറഞ്ഞു, ബാക്കി मैं भूल गया, मैं पढ़ के आया था उसके बाद मैं भूल गया എന്ന് പറയുന്ന സോ കോൾഡ് ഉദ്യോഗ എൻട്രൻസ് എക്സാമിനേഷൻ പോകുന്ന ആളുകളെയാണ് ഇപ്പൊ നമ്മളവിടെ കാണുന്നത്. അപ്പോ ഇത് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഇവിടെയാണ് നമ്മൾ നാഷണലിസ്റ്റിക് വേ ഓഫ് തിങ്കിങ് തുടങ്ങിയിരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് സോറോസിന്റെ ഫണ്ടിങ്. ഈ സോറോസ് എന്ന് പറയുന്ന വ്യക്തി ഏതാണ്? 40 ചെറു ചെറു രാഷ്ട്രങ്ങളെ ഇല്ലാതാക്കിയ വ്യക്തിയാണ്. നമുക്ക് അറിയപ്പെടുന്ന ഇല്ലാതാക്കിയിട്ടുള്ള നമ്മുടെ ചുറ്റുമുള്ള നേപ്പാൾ പ്രക്ഷോഭം കൊണ്ടിറക്കി ഇതുപോലെ, അതുപോലെ ബംഗ്ലാദേശിൽ, അത് കഴിഞ്ഞ് ശ്രീലങ്കയിൽ. അതിന്റെ ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ആണ് ഇവിടെ നടത്തി. പാർലമെന്റ് ശ്രീലങ്കയിൽ നടത്തിയത് അതാണ്, ബംഗ്ലാദേശിൽ അത് തന്നെയായിരുന്നു, നേപ്പാളിലും അത് തന്നെയാണ്. പക്ഷെ ഇന്ത്യ ഈസ് എ വെരി സ്ട്രോങ് കൺട്രി. ഇന്ത്യയിലേക്ക് നിങ്ങളൊരു പാർലമെന്റ് അറ്റാക്ക് നടത്താനൊക്കെ പോവുക എന്നൊക്കെ പറയുന്നത് നിങ്ങളെപ്പോഴുള്ള ഈ പീക്കരി പടകളെ കൊണ്ടൊന്നും നിങ്ങൾക്ക് സാധിക്കില്ല. പ്രൈം മിനിസ്റ്റർ വീട്, ദാറ്റ്സ് ദ ഹയസ്റ്റ് സെക്യൂരിറ്റി ബൗണ്ട് ഏരിയ ഇൻ ദിസ് കൺട്രി. പ്രൈം മിനിസ്റ്ററുടെ വീടാണ്. അതിന്റെ മുന്നിൽ നിങ്ങൾ പ്രക്ഷോഭം നടത്താൻ പോയി കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള കിട്ടും. പറഞ്ഞിട്ടുണ്ട്, ദിസ് ഇസ് എ റെസ്ട്രിക്റ്റഡ് ഏരിയ, പ്രോഹിബിറ്റഡ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. എന്നിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ പറയുന്നത് നിങ്ങൾ സമാധാനപരമായിട്ട് ഇത്രയധികം പോലീസിന്റെ വണ്ടികൾ അടിച്ചു തീർക്കുന്നു, പോലീസിന് പെപ്പർ സ്പ്രേ അടിക്കുന്നു. തിരിച്ചു കിട്ടും മക്കളെ. അതിൽ നിന്ന് മുങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് ഇനി എന്റെ മേക്കെട്ട് കയറിയിട്ടും അതിനും ഒരു കാര്യമില്ല. ഇറ്റ് ഹാർഡ്ലി മേക്സ് എ ഡിഫറൻസ് ടു മീ വെൻ ഐ ടെൽ യു ദ ഫാക്ട്. ഇറ്റ് ഇസ് എ ഫോറിൻ ഫണ്ടഡ് പ്രക്ഷോഭം ഇവിടെ നടക്കുന്നത്. ഇപ്പോഴത്തെ മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയാണ്? നീറ്റിനാണെങ്കിൽ പ്രധാന റിസൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ലേ പറയുന്നത്. ഇവിടെ മോദിക്കോ ഹട്ടാവോ. ആരാ വന്നിരിക്കുന്നത്? രാഹുൽ ഗാന്ധി വന്നിരിക്കും. രാഹുൽ ഗാന്ധി വന്നിട്ട് പിന്നെ അവിടെ ഫുൾ ഷോ ഓഫ് ആണ്. എന്നെ അടിക്കൂ എന്നുള്ളതാണ്. എവ്രി വേർഡ് അവിടെ TV-ക്ക് മുന്നിൽ നടക്കുന്ന ഷോ ഓഫ്. ഇതിനകത്ത് കുറച്ച് ആർട്ടിസ്റ്റുകൾ പോയിട്ട് അവിടെ ഷോ ഓഫ്. ഇത് ചിലപ്പോൾ ബിഗ് ബോസിലേക്ക് എൻട്രി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കാര്യം എന്തെന്നറിയാതെ ഒച്ചമേടം ഉണ്ടാക്കുന്നു. കുട്ടികളെ അടിച്ചു, ഞാനത് തെറ്റെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. കുട്ടികളെ അടിച്ചിട്ടുണ്ട്, തെറ്റാണ്. പക്ഷെ കുട്ടികളെ പോലെ പെരുമാറണം. അവിടെ ഒരുത്തൻ ഇപ്പൊ കുട്ടി എന്ന് പറയുന്ന ഈ ആള് പെപ്പർ സ്പ്രേ വെറുതെ നിൽക്കുന്ന പോലീസിന്റെ കൂടെ പോയിട്ട് പെപ്പർ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ അത് ജാട്ടാണ്. അവന് അന്തം കൊണ്ടുമില്ല, വെച്ച് കീച്ചി തരും. അത് കണ്ട് നമുക്ക് സാധാരണ എല്ലാം ഓക്കെ. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ അവരെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അടി വാങ്ങിക്കുന്ന സമയത്ത് അത് അടി വാങ്ങിക്കും. ഇതേപോലെ എക്സാമിനേഷന്റെയും ജോലിക്കും വേണ്ടി കേരളത്തിൽ എത്ര പേര് പ്രക്ഷോഭം നടത്തി? എന്തെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അവരവിടെ കിടന്നു, അവർ പോലീസിനെ ആക്രമിച്ചിട്ടുമില്ല, തിരിച്ചിങ്ങോട്ടും ആക്രമിച്ചിട്ടില്ല.